അപ്പം നമുക്കിന്ന് സിനിമേനെ പറ്റി പറയാം. കാണുന്നില്ല അല്ലേ? എന്നാലും സിനിമ ഉണ്ട് അവിടെ. അല്ല, സിനിമയല്ല, ക്ലാബ് ബോർഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടം, ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടം. പക്ഷെ അന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന്. ഇപ്പം ഞാൻ PG ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കൊതിയായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോവാം എന്നാൽ പിന്നെ അതുവഴിയെങ്കിൽ എങ്ങനെയും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൈസയൊക്കെ കൂട്ടി വെച്ച് ഞാൻ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോയി. അപ്പോൾ വർക്ക്ഷോപ്പൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം നമ്മളുടെ ഡയറക്ഷനും ആക്ടിങ്ങും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സ്നേഹ, ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്, അത് ചെയ്യുന്നുണ്ടോ, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ ആം സോ മച്ച് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു ഷോർട്ട് ഫിലിം നമ്മളൊന്ന് സ്ക്രീനിൽ കാണാമല്ലോ, നമുക്ക് കൊതിയായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. അപ്പോൾ അവർ ഏപ്രിൽ മെയ് ആയിരുന്നു പറഞ്ഞത്. ഇങ്ങനെ ഏപ്രിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു, തൽക്കാലം നമുക്ക് ഫണ്ട് കിട്ടാനുള്ളൊരു പ്രശ്നം കാരണം നമുക്കത് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി നടത്തുകയാണെങ്കിൽ നമ്മൾ അറിയിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പോട്ടെ. പിന്നെ വേറെ ഒരെണ്ണം കൂടി വന്നായിരുന്നു. അതും ഇതേപോലെ തന്നെ അത് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പം കഴിയും മെയ് മാർച്ചിൽ. അതും ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതും ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിം. അപ്പം അപ്പം നമ്മൾ തന്നെ ചെയ്യുന്നതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു. അപ്പം എനിക്ക് അറിയാമായിരുന്നു, കാരണം എന്നെ എന്തിനു വിളിച്ചു കഴിഞ്ഞാലും നിർഭാഗ്യത ഈസ് ഓൾവേസ് വിത്ത് മീ, റൈറ്റ്? അപ്പം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അപ്പോഴിത് നടക്കണ്ടാവില്ല. എന്നാലും ഞാൻ ആഗ്രഹിച്ചു, ഓ ജീസസ്, നടക്കുമായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല അത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ എന്നെ വിളിച്ചോണ്ടാണോ അത് നടക്കാതെ, അത് ശരിക്കും നടക്കാൻ യോഗം ഇല്ലാത്തോണ്ടാണോ അറിയില്ലടോ. വിശപ്പായി എന്തായാലും. പിന്നെ എല്ലാം വിധിയാണല്ലോ, അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ എനിക്ക് ഹോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. കാരണം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഗൈസ്. നമുക്ക് എപ്പോഴും ഹോപ്പ് ഉണ്ടാവണം കേട്ടോ. ചുമ്മാ പറയുന്നത് നിർഭാഗ്യത ഉണ്ട്, എന്നാലും നമ്മൾ ഫുൾ പോസിറ്റീവായിട്ടിരിക്കണം. കാരണം പോസിറ്റീവായിട്ടിരിക്കണം. അപ്പം അടുത്ത പാർട്ടി കാണാം. അടുത്ത പാർട്ടോടെ ഞാൻ നിർത്തും കേട്ടോ. കാരണം നിർഭാഗ്യത പറഞ്ഞു എനിക്ക് എന്നെ മടുത്ത് ഗൈസ്.